ചാച്ചാ മണ്ണും ചാണകം എന്റെ യൂണിഫോമിൽ പറ്റിക്കലേ. എന്നും മണ്ണും പറ്റിച്ചോണ്ട് ചെന്നിട്ട് പിള്ളേരെ കളിയാക്കുക. ഇരട്ട പേരുണ്ട് എനിക്ക്, അറിയാവോ ചാച്ചന്? ഫാർമർന്നാ. ആരും കുഞ്ഞുമോളെ കളിയാക്കണ്ട. ഫാർമർ എന്ന് പറഞ്ഞ കർഷകനാ, എനിക്കറിയാം. പോലെ പോലെ ഈ മുട്ടയും കൂടി കടയിലേക്ക് വെച്ചേക്ക്. ജോസൂട്ടി, ഇതിന്റെങ്കിലും പൈസ ഇന്ന് വൈകുന്നേരം തന്നേക്കണേ. ശരി. മുട്ട പൊട്ടിച്ചില്ലേ നിനക്ക് തരും. അമ്മച്ചിയുടെ തലേ കോഴിയുടെ പപ്പ. അതെങ്ങനെ? നിന്റെ അമ്മ കോഴിക്കോട്ടിലും പശുക്കൂട്ടിലല്ലേ ജീവിക്കുന്നേ? കോഴി കുറച്ച് റെസ്റ്റ് എടുക്കണി. ചാച്ചാ, ചേട്ടായോട് ഒന്ന് ഉണ്ടായിക്കാൻ പറ്റുമോ? എപ്പോഴും എന്നെ കളിയാക്കി. അതെ ചാച്ചാ, എന്നെയും കളിയാക്കും. ആണോ? ചാച്ചാ, ചീപ്പ് ചാടിക്കാതെ മുട്ട പൊട്ടും. ഓ ശരി മാഡം. ചാച്ചാ, നമുക്ക് ഈ ജീപ്പ് മാറ്റിയിട്ട് താറെടുത്താലോ? വല്ല പിക്കപ്പോ ലോറി എടുക്കാൻ പറ കുഞ്ഞുവനെ. അതൊക്കെ ചാച്ചന് ഇഷ്ടം അല്ലേ ചാച്ചാ? ചാച്ചന് പട്ടാളക്കാരുടെ ജിപ്സിയാ ഇഷ്ടം അല്ലേ ചാച്ചാ? ചാച്ചൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ക്രിസ്റ്റീനെ മുട്ട പൊട്ടിച്ചേക്കല്ലേ, അമ്മച്ചിയുടെ നല്ല അടി വാങ്ങിക്കും. എന്റെ കയ്യിൽ നിന്നൊന്നും പൊട്ടയില്ല. ചാച്ചാ, ഈ വെള്ളിയാഴ്ച കുഞ്ഞുമോന് ടൂറാണേ. ഇത്തവണ എങ്ങോട്ടാ? മൈസൂർ, ബാംഗ്ലൂർ, ഊട്ടി 3 ദിവസാ ചാച്ചാ. കഴിഞ്ഞ കൊല്ലവും അങ്ങോട്ടാ പോയത്. ഈടാ, ഇവന്മാർക്ക് ഈ സ്ഥലങ്ങൾ മാത്രം അറിയത്തുള്ളൂ. എപ്പോഴും ഇങ്ങോട്ടൊക്കെ തന്നെയാണല്ലോ. നമുക്ക് എല്ലാവർക്കും കൂടി ഒരു ട്രിപ്പ് പോയാലോ? ലാസ്റ്റ് മറക്കല്ലേ? എടാ ചാച്ച മറക്കോടി. ഇറങ്ങിക്കോ. മുട്ട പൊട്ടിച്ചേക്കല്ലോ. ശരി ഫാർമർ. പേര് എനിക്കും വീഴും. ബൈ. ഹലോ. എടാ, മാത്യു ചേട്ടൻ പഴയ ഹവിൽദാറാ. ആർമി, ഇന്ത്യൻ ആർമി. ബോസ് പണി തുടങ്ങി കേട്ടോ. കണ്ടുപിടിക്ക്. ഉത്തരവാദിത്ത ബോധം. പക്കടോ. ക്രിസ്റ്റോ ബേട്ടാ, കോളേജിൽ പോവാർക്കും അല്ല, സിനിമയ്ക്ക് പോവുക. സിനിമക്കോ? ക്ലാസ് കട്ട് ചെയ്ത് നടക്കല്ലേ, നന്നായി പഠിക്കാൻ നോക്കൂ. എല്ലാവർക്കും ഇതേ പറയാനുള്ള. വന്ന് ഇവന്റെ ഉപദേശം കേൾക്കണം. കോളേജ് ബസ് നേരത്തെ വന്നല്ലോ.
ടോർസ് കാരണം മനുഷ്യന് നടക്കാനും മേലെന്നായിരുന്നു. ഇപ്പൊ അവരുടെ സമയല്ലേ? നല്ല മധുരം കൂട്ടി ഒരു ചായ എടുത്തോ. എനിക്ക് ജോയിൻ കഴിച്ചു വരുമ്പോ ഷുഗർ തരും. അതാ റെഡി ആയിരുന്നു. ഡിസ്പോസിബിൾ ഗ്ലാസ് ആണല്ലോ. എടാ യോസൂട്ടി, എന്തായാലും കൊറോണ വന്നോണ്ട് ഇവിടെ എല്ലാരും ഡിസ്പോസിബിൾ ഗ്ലാസ് സാനിറ്റൈസർ ഉപയോഗിച്ചു തുടങ്ങി. സ്റ്റേറ്റ്സിൽ ഞങ്ങൾക്ക് പണ്ടേ ശീലമാ. നാളെ കാണാം. ആയിക്കോട്ടെ അച്ഛാ. ഗുഡ് മോർണിംഗ്. അച്ഛോ ഗുഡ് മോർണിംഗ്. തീപ്പെട്ടി വാച്ച് നോക്കണ്ട വെക്കച്ചാ, 5 മിനിറ്റ് ലേറ്റ്. ജോസൂട്ടി തടി കൂടാതെ നോക്കണം. എന്റെ ഒപ്പം നടക്കാൻ വാ. ബെസ്റ്റ്. അതിന് ഇവൻ ഈ ജീപ്പിൽ ഇറങ്ങിയിട്ട് സമയം കിട്ടണ്ട അച്ഛാ. എടാ പക്ഷേ ഈ ബാൻഡ് സെറ്റുകാരിപ്പോ കാണാനില്ലല്ലോ. ഇപ്പൊ അവന്മാര് പ്രാക്ടീസ് ഒന്നുമില്ലേ? അവന്മാർക്ക് പെയിന്റിംഗ് പണി കഴിഞ്ഞ് സമയം ഉണ്ടെങ്കിലല്ലേ റിഹേഴ്സൽ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പൊ സീസൺ അല്ലേ? ഈ പ്രാക്ടീസിന് സീസൺ? അയ്യോ പ്രാക്ടീസ് അല്ല, ഈ പെയിന്റിങ്ങിനെ കാലാവസ്ഥ അനുസരിച്ച് ഞാൻ ടി വിയിൽ കാണാറുണ്ട് പരസ്യത്തില്. എടാ നമ്മുടെ ഷാജി അവിടെ പോയി. അവനോട്ടും പോയി. അവനെ ഞാനൊന്ന് അന്വേഷിച്ചെന്ന് പറയാം. അപ്പൊ ഞാൻ പോട്ടെ. ആയിക്കോട്ടെ അച്ഛാ. വകച്ചാ നമ്മുടെ കുരിശുപള്ളിയുടെ പിരിവിന്റെ കാര്യത്തെ എന്റെ അച്ഛൻ ഞാൻ തരാം. അച്ഛൻ പോ. അത് മതി. ഈ സോണിയച്ചിനെ കുറിച്ച് ആൾക്കാർ പറഞ്ഞു ശരിയാ. ആദ്യം ചിരിക്കും പിന്നെ പിരിക്കും. കൊടംപുളി ഉണ്ടോടാ? പിന്നെ അരെ കൊടംപുളിക്ക് എന്നെ ഇറങ്ങിയില്ലേ പയ്യ 1/4 കിലോ കൊടംപുളി. സാറേ കുളംപുള്ളി. എടാ ഈ ആര് കളർ ചേർത്താണോടാ? ഒന്ന് പോവാ. ഇവിടെ അങ്ങനത്തെ പരിപാടി ഒന്നുമില്ല. ചുമ്മാ ചോദിച്ചാടാ പോയി. ജോസൂട്ടി ഇതൊന്ന് കുറിച്ചേരെ. ശരി സാറേ. കുറിച്ചേക്കാനോ? ഇതൊന്നും തിരിച്ചു കിട്ടുവോടാ? അപ്പന്റെ കാലം തൊട്ടുള്ള കച്ചവടം. പെൻഷൻ തീയതി എന്റെ ചന്തയിൽ പോക്കും. അത് ഈപ്പച്ചൻ സാറിന് തെറ്റേയല്ല. എന്റെ ഓർമ്മയില് ഈ ജംഗ്ഷനിലെ ആദ്യത്തെ പലർക്കടെ കൊച്ചേക്കോച്ചേട്ടന്റെ ഈ കട. പക്ഷെ ഒരു കുഴപ്പമുള്ളൂ, തുടങ്ങിയെടുത്ത് തന്നെ നിൽക്കുക. 10ാം ക്ലാസ് കഴിഞ്ഞോണ്ട് നിന്നെ പിടിച്ച് കടയിൽ നിർത്തി. അതുകൊണ്ട് തന്നെ നിന്റെ പഠിപ്പും പോയി. എടാ ഇത്രയും കാലത്തിനിടയ്ക്ക് ഈ പടിഞ്ഞാറപ്പറമ്പിൽ നിന്നുള്ള ബോർഡ് വെച്ചതല്ലാതെ എന്തെങ്കിലും ഒരു പുരോഗതി ഉണ്ടാക്കിയിട്ടുണ്ടോ? എടാ മുട്ടിനെ കോർപ്പറേറ്റുകൾ സൂപ്പർ മാർക്കറ്റ് നടത്തി തകർക്കുക. ഇനിയെങ്കിലും നീ ഒരു കാര്യം ചെയ്യ്, ഈ കടയൊക്കെ പൊളിച്ച് കളഞ്ഞിട്ട് ഒരു സൂപ്പർ മാർക്കറ്റ് തുടങ്ങേ. ആകെപ്പാടെ കേരളത്തിൽ മാറാത്ത ഒന്നേ ഉള്ളൂ ഈ ഓൾറെഡി ശബ്ദം. സാറേ നല്ല നെയ്മീൻ കൊണ്ടുവന്നിട്ടുണ്ട്. പച്ചയാണോടാ? പടക്കുന്ന കണ്ടില്ലേ? കഴിഞ്ഞ ആഴ്ച പിടിച്ചപ്പോഴായിരിക്കും. ഇത് വലുതാണല്ലോ. ഒന്ന് നോക്കിയേ. എത്രയുണ്ട്? 6200 ഉള്ളൂ. ഒരു കാര്യം ചെയ്യ്, തലകൂട്ടി പകുതി കെട്ടിയതേ വീട്ടിൽ കൊടുത്തേ കേട്ടോ. ജോസൂട്ടി നല്ല നെയ്യുള്ള മത്തിയുണ്ട്. ഒരു 1.5 കിലോ വീട്ടിൽ കൊടുത്തേക്കട്ടെ. മുട്ടയുള്ളതാണോ? പിന്നല്ലാതെ. പിള്ളേർക്ക് മത്തിയ ഇഷ്ടം. വറുത്തു കൊടുത്ത ചോറുണ്ടോ? മത്തി ബെസ്റ്റ് അല്ലേ? ഒമേഗ 3 അത് ഫുൾ ഓഫ് ആന്റി ഓക്സിഡന്റ്. സാറ്റർഡേ ബേസിന് സ്റ്റേറ്റ്സിന് എന്ത് ഡിമാൻഡ് എന്നറിയോ? ഒരു ചെറിയ ടിന്നിന് $10 $5. ഇവിടെ ഇപ്പൊ 250 രൂപയ്ക്ക് 2 കിലോ മത്തി. ലാഭമല്ലേ? എനിക്കെന്നറിയില്ല, ഇതിന്റെ ഉളുമ്പ് ഹോറിബിൾ, സഹിക്കാൻ പറ്റില്ല. സുമാരാ വീട്ടിൽ കൊടുത്തേക്കണം. ഭയ്യാ കൊടംപുളി. ഇതുപോലെ വേസ്റ്റ് വല്ലതും ഇവിടെ. എടാ ഇവിടെ വേസ്റ്റ് വല്ലതും വെക്കാൻ മതി. അതൊക്കെ സ്റ്റേറ്റ്സിലെ വേസ്റ്റ് മാനേജ്മെന്റ്. നാളെ കാണാ. ഇപ്പൊ ഇടിച്ചതല്ലോടാ. പോയോ? ഒരോട്ടം പോലും തരികയില്ല. അതിന് വിളി ഓടാ ഇറങ്ങിയല്ലേ കളഞ്ഞു. ഇത് ഞങ്ങളെടുത്ത പുതിയ റീലാ. നന്നായിട്ടുണ്ട്. കൊള്ളാം. കണ്ടോ? 5K വ്യൂസ് ഉണ്ട്. ആഹാ, നോക്ക് ഈ സ്റ്റെപ്പ് എങ്ങനെ ഉണ്ടായിട്ടുണ്ട്. സോങ്സ് ഒക്കെ ആരാടി സെലക്ട് ചെയ്യാറുള്ളേ? കൊച്ചിനെ എന്നാ വിളിച്ചത്? കൊച്ചേ ഞാൻ ഗേറ്റിന് വെളിയിലുണ്ട്. ആ ചേട്ടത്തി, പാസ്വേഡ് ഇപ്പൊ തുറക്കാതെ. ഇനി അങ്ങനെ ചാട്ടം കഴിഞ്ഞിട്ട് വരണമായിരിക്കും.
വരുന്നുണ്ട്. ഈ ഗേറ്റ് എന്നെങ്കിലും ഒന്ന് തുറന്നിടുവോ ഈ മനുഷ്യൻ? വേറെ ഒരു വീട്ടിലും ഇങ്ങനത്തെ ഗേറ്റ് ഞാൻ കണ്ടിട്ടില്ല. എന്റെ കർത്താവേ. അവളെ വിളിക്കാൻ പറ്റുന്ന എടുത്തി. ആ കൊച്ചിനെ ഞാൻ വിളിച്ചായിരുന്നു. അത് ഏതാണ്ടൊക്കെ ചെയ്ത് നോക്കി, ഒന്നും ശരിയാവുന്നില്ല. അവള് പാസ്വേഡ് മറന്നു കാണും. ദൈവമേ. നീ ചേർത്തി എന്നും പുറത്ത് നിർത്തി അല്ലേ? സാറല്ലേ എടുത്തി, നമുക്ക് വേറെ വഴി ഉണ്ടാക്കാം. എന്നാ കുടംപുളി ചുമ്മാ മറക്കുക. അയ്യോ, ഞാൻ ഹീറ്റർ ഓൺ ചെയ്തില്ല. നല്ല പുടപുടക്കുന്ന മീൻ, നല്ല മീൻ, നെയ്മീൻ, കരിമീൻ. എന്നാണ്ട് ചേർത്തി സുഖാണോ? പിന്നെ ഭയങ്കര സുഖമല്ലേ? നീ മീൻ ഇങ്ങോട്ട് താ. ഇതാ പിടിച്ചോ. രാശ വണ്ടി എടുക്കടാ. മത്തി, അയില, പൊട്ടപ്പൊട്ടക്കുന്ന കരിമീൻ, നെയ്മീൻ. 1500 റുപ്പീസാ നെന്മീന്. മട്ടൺ ഇല്ലേ ഈ വില? ചെറുതി കുടംപുളിയിട്ട് തകർത്തേക്കണം കേട്ടോ. കുറച്ച് വറക്കാൻ മാറ്റി വെച്ചേക്കാം. പച്ചക്കുരുമുളക് അരച്ച് വറുത്ത സൂപ്പർ ആയിരിക്കും. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വന്നപ്പോ ചേർത്ത് വെച്ച ബിസ്മോളിയില്ലേ, കപ്പ ഇരിപ്പുണ്ട്, അത് പുഴുങ്ങാൻ കൊള്ളത്തില്ല. ഇച്ചിരി ഇളന്താളിപ്പുണ്ട്, അത് കൊത്തി വേവിച്ചേക്കാം അല്ലേ വെച്ചേ? അയ്യോ, ടപ്പയൊക്കെ മീൻ കറി കൂടെ സൂപ്പർ ആയിരിക്കും. അനിയമേ, എനിക്ക് ഗ്ലോബൽ മലയാളി അസോസിയേഷൻ സൂം മീറ്റിംഗ് ഉണ്ട്, ഞാൻ അങ്ങോട്ട് പോവാ. പിന്നീട് ഇന്ന് സ്റ്റേറ്റ്സിലേക്ക് കണ്ടെയ്നർ പോകേണ്ട ദിവസമാണ്. നീ മെയിലിലൊന്ന് ചെക്ക് ചെയ്യ്. ചെറുതി കറി കലക്കിക്കോ കേട്ടോ. അതെ, മോന്റെ കാര്യം ഞാൻ പപ്പയോട് പറഞ്ഞിട്ടുണ്ട്. പപ്പ എല്ലാം നോക്കിക്കോളും. പിന്നെ ഞാൻ മനഃപൂർവ്വം അല്ല കേട്ടോ ഗേറ്റിന്റെ ഫ്രണ്ടിൽ നിർത്തുന്നേ.